നമസ്കാരം. നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഇന്ന് നമുക്ക് ശ്രീറാം ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു സുഗിയൻ്റെ റെസിപ്പിയാണ്. യൂഷ്വലി നമ്മൾ ഉണ്ടാക്കുന്ന സുഗിയനിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനാവശ്യം ഉള്ള സാധനങ്ങൾ വേവിച്ച് അതിലെ ജലാംശമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി വെക്കുക. കുറച്ച് ഉപ്പിട്ട് വേവിച്ചത്. അപ്പോൾ ചെറുപയർ പരിപ്പ് നമ്മൾ എത്ര എടുക്കുന്നോ ഏതാണ്ട് അത്രയും തന്നെ ശർക്കര ഇങ്ങനെ ചീവി വെക്കുക. പിന്നെ അതിന് വേണ്ടത് നമ്മൾ ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ ഉഴുന്ന് വടയുടെ അത്രയും വേണ്ട, തിക്കല്ല, എന്നാൽ കുറച്ച് അയഞ്ഞ പരുവത്തിലൊരു ബാറ്റർ അത് അരച്ച് ശകലം ഉപ്പിട്ട് അരച്ച് റെഡിയാക്കി വെക്കുക. അത് കോട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അതിലേക്ക് ഈ ശർക്കര ഇടാം ആദ്യം. എന്നിട്ട് ഇത് കുറച്ച് നന്നായിട്ട് സിംഗിൾ സ്ട്രിങ് വരാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് അത്രയും കൂടുതൽ വരട്ടിയെടുക്കണം, അത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് അലുത്ത് പാകാവണം. ഇതാണ് നമ്മുടെ ശർക്കരയൊക്കെ ഏകദേശം ഒരു 1 ത്രെഡ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ശർക്കര ഉരുകി വെള്ളമെല്ലാം പറ്റി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ശർക്കര ഇപ്പൊ കണ്ടാലറിയാം ഇങ്ങനെ നല്ല കുറുകി, ഇത്രയും കുറുകിയാൽ മതി. പയറ് അതിലേക്കിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഒരു ചെറു നെയ്യും കൂടെ ഒഴിക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയില്ല. കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അത്രയും മതി, ധാരാളം മതി മണത്തിന്. എന്നിട്ട് ഈ വെള്ളം അങ്ങ് വറ്റണം. കഴിഞ്ഞ് ഡ്രൈ ആവണം അല്ലേ? നമുക്ക് ഉരുട്ടണ്ടേ? അതെ. ഇത് കുറച്ച് മാഷ് ചെയ്ത് ധാരാളം നെയ്യൊക്കെ ചേർത്ത് ഡ്രൈ ഫ്രൂട്ടൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മൂങ് ദാൽ കാ ഹൽവ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. അവർ പക്ഷെ ഇതിനെ അരച്ച് ഗ്രൈനിയാക്കും. ഈ പയറാന്ന് നമുക്ക് മനസ്സിലാവില്ല. ധാരാളം നെയ്യ് കോരി ഒഴിക്കും. ഇത് നമ്മുടെ ശർക്കര പാനിയുടെ വെള്ളമൊക്കെ വറ്റി ഒരുമാതിരി ഒട്ടുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. തീ നിർത്തിയിട്ട് നമ്മൾ ഈ ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി അത് ഡ്രൈ ആയിട്ട് കിട്ടും. അത് നമുക്ക് ചെറിയ ഉരുള ഉരുട്ടി ഇത് തന്നെ നമുക്ക് മോദകമായിട്ടും എടുക്കാം. മോദകം ഈ മാവ് വെച്ച് അരിമാവ് കുറുക്കി മാച്ച് അതിങ്ങനെ പരത്തി ഈ ഓരോ ഉരുള അതിൻ്റെ അകത്ത് വെച്ച് കവർ ചെയ്താൽ ഈ മോദകം, പയർ വെച്ച മോദകം ഉണ്ടാക്കാം. വീട്ടിൽ ചെയ്യാറുണ്ട്. എന്നിട്ട് അത് സ്റ്റീം ചെയ്യും. ഇതായിക്കഴിഞ്ഞ് ഇനി അത് ഓഫ് ചെയ്യും. ഇതൊന്ന് ഉരുട്ടാനായിട്ട് ചൂടാറണം അല്ലേ? ഓഫ് ചെയ്യും. നമ്മളിത് ചൂടാറാൻ വെച്ചായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ ഉരുട്ടിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണ തന്നെയാ. നമ്മളിനി ആ ബാറ്ററിൽ കോട്ട് ചെയ്യാനായിട്ട് അതിലോട്ട് ഇടുക അല്ലേ? ഈ ബാറ്റർ എല്ലാ സൈഡിലും ഒന്ന് കവർ ചെയ്തിട്ട് നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇടാം. നമ്മളിന്ന് ഉണ്ടാക്കിയത് വേറെ സ്റ്റൈലിലുള്ളൊരു സുഗിയനാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.